നെക്സ്റ്റ് ടോപ്പിക് ഓപ്പാമ്പിൻ്റെ ഫീഡ്ബാക്ക് കോൺഫിഗറേഷനാണ് വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഒരു ഓപ്പാമ്പിൻ്റെ സർക്യൂട്ടുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓപ്പാമ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ നോക്കുന്നത്. അപ്പം ദ ലൂപ്പ് ഗെയിൻ ഓഫ് ദ ഓപ്പാമ്പ്, ദ ലൂപ്പ് ഗെയിൻ ഓഫ് ദി ഓപ്പാമ്പ് ഈസ് എ. അതായത് ഇതിൻ്റെ ഓപ്പാമ്പിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് എ ആണ് വിത്തൗട്ട് ഫീഡ്ബാക്ക്. ആൻഡ് ബി ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദി ഔട്ട്പുട്ട് വിച്ച് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട്. അല്ലേ, നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് ഫാക്ടറാണ്, അല്ലെങ്കിൽ ഫീഡ്ബാക്കിൻ്റെ ഒരു ചെറിയ കൊടുക്കുന്ന ഔട്ട്പുട്ടിന് ചെറിയൊരു ഫ്രാക്ഷനാണ് ഈ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ദിസ് ഈസ് സിംപ്ലി ദ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഡിവൈഡർ. അല്ലേ, ശരിക്കും നമുക്ക് നോക്കിയാൽ ഈ സർക്യൂട്ടിലൊക്കെ അതിൽ ഒരു വോൾട്ടേജ് ഡിവൈഡർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ വോൾട്ടേജ് ഡിവൈഡർ RFൻ്റെ RGൻ്റെ ഇടയിലുള്ളൊരു വോൾട്ടേജാണ് നമ്മൾ ഈ നെഗറ്റീവ് പോയിന്റിലേക്ക് ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുന്നത്. വിന് നമ്മളിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം. ബി എന്ന് പറയുന്നത് R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആണ്. ഗെയിൻ ഓഫ് ദിസ് ഡിവൈസ് ഇസ് G ഇസ് ഈക്വൽ ടു എന്താണ്, വി ഔട്ട് ബൈ VN ആണ്. where G is the closed loop gain and loop gain of the amplifier with the feedback is product of ഇതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൻഡ് എന്താണ് ഫീഡ്ബാക്ക് ഫാക്ടർ A into B. ഇനി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഈ ഇൻപുട്ട് ഇമ്പിഡൻസിലും ഔട്ട്പുട്ട് ഇമ്പിഡൻസിലും ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് കാരണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ ഹിയർ ZN is equal to VN by IN ആണ്. അറിയാം നമുക്ക് ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് R equal to V by I എന്ന് പറയുന്ന പോലെ തന്നെ VN ഡിവൈഡ് ബൈ IN ആണ്. ഇപ്പോൾ IN is equal to VN മൈനസ് VB ഡിവൈഡ് ബൈ R1 RI അല്ലേ, നമ്മുടെ RI ആണ് വരുന്നത് INൻ്റെ ഇക്വേഷനിൽ വരുന്നത്. ഈക്വൽ ടു VN ബൈ ബീറ്റ ഇൻറ്റു B ഇൻറ്റു V ഔട്ട് അല്ലേ, V ഔട്ടിൻ്റെ B. ചില സർക്യൂട്ടുകൾ ഇത് ബീറ്റ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും, ചില സർക്യൂട്ടുകളിൽ ഡിവൈഡ് ബൈ RI. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇക്വേഷൻ ഓഫ് വി ഔട്ട് ഫ്രം G അല്ലേ, ഈ നമ്മുടെ ജീൻ്റെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വി ഔട്ട് ബൈ VN, വി ഔട്ട് ഇസ് ഈക്വൽ ടു VN ഇൻറ്റു A ബൈ 1 പ്ലസ് AB ആയിരിക്കും. A ഡിവൈഡ് ബൈ 1 പ്ലസ് AB. A എന്ന് പറയുന്നത് ഓപ്പാമ്പിൻ്റെ ഗെയിനാണ്, B എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടറാണ്. അപ്പോൾ 1 പ്ലസ് AB ആണ് ഇതിൻ്റെ ഗെയിൻ വരുന്നത്. വി ഔട്ട് ബൈ V എന്ന് പറയുന്നതാണ് ഗെയിനാണ്. അപ്പോൾ വി ഔട്ട് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു ഫാക്ടർ ഇൻറ്റു ഇൻപുട്ട്, അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി IN ഇസ് ഈക്വൽ ടു 1 ബൈ RI VN ഇൻറ്റു VN ഇൻറ്റു A ബൈ 1 പ്ലസ് AB ആൻഡ് റീഅറേഞ്ച് ഇറ്റ് ഗെറ്റ് ZN. ZN എത്രയിട്ട് നമുക്ക് അവസാനം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ZN is equal to VN divided by IN is equal to RI into 1 plus A beta അല്ലെങ്കിൽ AB എന്ന് പറയാം, 1 plus AB. RI into 1 plus AB ആണ് ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് നേരത്തെ ഉണ്ടായിരുന്ന ഫീഡ്ബാക്ക് ഇല്ലാതെ ഇൻപുട്ട് ഇമ്പിഡൻസ് എത്രയായിരുന്നു, RI മാത്രമായിരുന്നു അല്ലേ. ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് RI ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ ZN കൊടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴത്തേക്കും ZNൻ്റെ വാല്യൂ എന്താണ്, ഈ ഒരു ഫാക്ടറോട് കൂടി അല്ലേ, എന്തായാലും കൂടുതലാണ് വരിക. അപ്പോൾ RI ഇൻറ്റു 1 പ്ലസ് AB ആണ് ഇതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടിയില്ലേ, ഈ ഇൻപുട്ട് നമ്മുടെ ഇത് കൊടുത്തോട് കൂടി ഫീഡ്ബാക്ക് കൊടുത്തോട് കൂടി എന്തായി ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടി എന്ന് തന്നെ പറയാം. ഓക്കെ, Z out can be found from similar approach that Z out is equal to V open divided by I short, where V open is equal to V out and I short. Means all of the output current from op-amp goes into the load and none for feedback, that is B equal to 0. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 0യിലേക്ക് അപ്രോച്ച് ചെയ്തു. I short is equal to A into V in minus B V out ഡിവൈഡ് ബൈ R0. I short എന്ന് പറയുന്നത് AVN ബൈ R0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ VN ഈക്വൽ ടു V ഔട്ട് ബൈ G എന്ന് വരും. therefore I short is equal to AV out by G into R0. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, I shortൻ്റെ ഇക്വേഷനിൽ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ
സെറ്റ് ഔട്ട് എന്ത് കിട്ടും? R0 ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബി ആണ്. R0 ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബി. അതായത് ഫീഡ്ബാക്ക് ഇല്ലാതെ നമുക്ക് ഉണ്ടാകുന്നത് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വന്ന് R0 മാത്രമായിരുന്നു. R0 മാത്രമായിരുന്നു. പക്ഷേ നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തോട് കൂടി ഒന്ന് സംഭവിച്ചു, ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് R0നെ വീണ്ടും നമ്മൾ കുറയ്ക്കുകയാണ് അല്ലേ, കുറയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ RI ഇൻറ്റു സംതിങ് ആണ് വന്നിരുന്നത്, RI ഇൻറ്റു 1 പ്ലസ് എ ബി ആണ് വന്നിരുന്നത്. പക്ഷേ ഇവിടെ എന്താ വന്നത്? R0 ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബി വന്നു. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വീണ്ടും കുറയാണ്. അപ്പോൾ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും എന്ത് സംഭവിച്ചു? നമുക്ക് എന്താണോ അതിൻ്റെ ഐഡിയലായിട്ട് നമുക്ക് എന്താണ് കിട്ടേണ്ടത് അതിലേക്ക് വന്നു എന്നുള്ളതാണ്. അതായത് ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുകയും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വീണ്ടും കുറയുകയും ചെയ്തു. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദിസ് റിസൾട്ട് ഷോസ് ദാറ്റ് ദ ഫീഡ്ബാക്ക് ഓർ ക്ലോസ്ഡ് ലൂപ്പ് സർക്യൂട്ട് ഇംപ്രൂവ്സ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ബൈ ഫാക്ടർ ഓഫ് 1 പ്ലസ് എ ബി. ഫോർ 741C op-amp വിത്ത് A is equal to 103, RI is equal to 1 മെഗാ ഓം വരുന്നത്. സാധാരണ നോർമൽ ഓപ്പാമ്പിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന 741C ഓപ്പാമ്പിനൊക്കെ വരുന്നത് 1 മെഗാ ഓം ആണ് ഇൻപുട്ട് ഇമ്പിഡൻസ് വരുന്നത്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വരുന്നത് 100 ഓം ആണ്. വളരെ കുറഞ്ഞൊരു റെസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് ആണ് 100 ഓം എന്ന് പറയുന്നത്. When we have a loop with B is equal to 0.1 where therefore we get Z is equal to 100 മെഗാ ഓം. ഇപ്പോൾ നമ്മൾ B എന്ന് പറയുന്ന 0.1 എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് ഫാക്ടർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന സെറ്റിന് എത്ര ആയിരിക്കും? 100 മെഗാ ഓം ഇല്ലേ? നമുക്ക് അതിൻ്റെ 1 മെഗാ ഓം എന്ന് നമുക്ക് എത്ര കിട്ടി? 100 മെഗാ ഓം കിട്ടി. ആൻഡ് സെറ്റ് ഔട്ട് ഇസ് ഈക്വൽ ടു 1 ഓമിലേക്ക് കുറഞ്ഞു. 100 ഓം എന്ന് പറഞ്ഞാൽ എന്തായി മാറി? 1 ഓമിലേക്ക് ആയിട്ട് ചുരുങ്ങി. ഇനി വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണ് പറയുന്നത്. വോൾട്ടേജ് സീരീസ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞു. ഇനി വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്, ഇറ്റ് ഈസ് കോൾഡ് നോൺ ഇൻവെർട്ടിംഗ് വോൾട്ടേജ് ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഓക്കെ, to this type of feedback the input signal drives the non-inverting input of an amplifier. A fraction of output voltage is then fed back to the inverting input. The op-amp is represented by the symbol including its large signal voltage gain AD or A. And the feedback circuit is composed of two resistors RI and RF. Sorry, R1 and RF. R1 and RF as shown in figure below. Feedback circuit is composed of two resistors. ഏതൊക്കെയാണ്? RF and R1. ഇതിൻ്റെ വോൾട്ടേജ് ഡിവൈഡർ ആണ് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കും? V0 ബൈ VD ആണ്. നേരത്തെ പഠിച്ചാണ് നമ്മൾ. ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് V0 ഡിവൈഡ് ബൈ Vin ആണ്. ഫീഡ്ബാക്ക് സർക്യൂട്ട് ഗെയിൻ എന്ന് പറയുന്നത് VF അല്ലേ? ഫീഡ്ബാക്ക് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ആണ് നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. The differential voltage input VD is equal to Vin minus VF ആണ് അല്ലേ? The feedback voltage always opposes the input voltage or is out of phase 180 degree phase shift with respect to the input voltage. Hence the feedback said to be negative. അതുകൊണ്ടാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടിന് എടുക്കുന്ന സിഗ്നൽ നേരെ കൊടുക്കുന്ന എവിടേക്കാണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീൻ ചെയ്യുന്നത് ഔട്ട്പുട്ടിന് എടുത്തിട്ട് അതിൻ്റെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള സിഗ്നലാണ് നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുക്കുന്നത്, ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും അതിനൊരു ഇൻപുട്ട് കുറയാണ് ചെയ്യുക, ഇൻപുട്ട് കുറയും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് നേരത്തെ കിട്ടിയിരുന്ന അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പിൽ കിട്ടിയിരുന്ന ഔട്ട്പുട്ട് ആയിരിക്കില്ല കിട്ടില്ല, ഔട്ട്പുട്ട് കുറയും. ഓപ്പൺ ലൂപ്പിനേക്കാൾ എപ്പോഴും ക്ലോസ്ഡ് ലൂപ്പിന് വോൾട്ടേജ് കുറവായിരിക്കും കിട്ടുക. ഓക്കെ, ഓപ്പൺ ലൂപ്പിനാണ് ഏറ്റവും കൂടുതൽ മാക്സിമം ഗെയിൻ ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ അവിടെ ഫീഡ്ബാക്ക് ഒന്നുമില്ല, ഒന്നും കുറയുന്നില്ല ഔട്ട്പുട്ടിൽ. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻപുട്ടിൽ കൊടുക്കുന്ന സമയത്ത് അത് ഔട്ട് ഓഫ് ഫേസിലാണ് വരുന്നതെന്നുള്ള ഓർക്കണം. ഔട്ട് ഓഫ് ഫേസിലേക്ക് വരുന്ന സമയത്ത് മറ്റേ സിഗ്നലും ഈ സിഗ്നലും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയതിൻ്റെ കുറവുള്ളൊരു സിഗ്നലായിരിക്കും പിന്നെ ഇൻപുട്ടിലേക്ക് ചെല്ലുന്നത്. ഹെൻസ് ദ ഫീഡ്ബാക്ക് ഈസ് സെഡ് ടു ബി നെഗറ്റീവ്. അതുകൊണ്ടാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇൻപുട്ടിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദ ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഈസ് ഗിവൺ ബൈ എത്രയാണ്? V0 ബൈ Vin. V0 is equal to A into V1 minus V2, A into Vin minus VF, A into Vin minus BV0, V0 into 1 plus AB equal to A Vin. എത്ര കിട്ടും ഔട്ട്പുട്ട്? ഈ ഗെയിൻ എന്ന് പറയുന്നത് V0 ബൈ Vin എന്ന് പറയുന്നത് A ബൈ 1 പ്ലസ് AB ആണ് നമുക്ക് കിട്ടുന്ന ഗെയിൻ എന്ന് പറയുന്നത്.
അപ്പോൾ the product of A and B is called loop gain. The loop gain is very large such that AB greater than 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V0 by V എന്ന് പറയുന്നത് എന്തായിരിക്കും? A by AB is equal to 1 by B വരും അല്ലേ? എയും ബിയും പോയിട്ട് 1 by B വരും. അപ്പോൾ is equal to R1 plus RF divided by R1 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1 plus RF by R1 വരും. 1 plus RF by R1 വരും. ഇപ്പോൾ ഡിഫറെൻറ്റ് ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ഐഡിയലി 0 അല്ലേ? നമുക്കറിയാം ഇൻപുട്ട് വോൾട്ടേജുകൾ തമ്മിൽ ഡിഫറെൻറ്റ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ഐഡിയലി 0 ആണെന്നറിയാം. അഗൈൻ കൺസിഡറിങ് ദ വോൾട്ടേജ് ഇക്വേഷൻ V0 is equal to AD into VD അല്ലേ? നമുക്ക് വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു അല്ലെങ്കിൽ ഗെയിൻ ഇൻറ്റു ഡിഫറൻസ് വോൾട്ടേജ്. അപ്പോൾ ഡിഫറൻസ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു V0 ഡിവൈഡ് ബൈ AD എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ AD ഇസ് വെരി വെരി ലാർജ് ആണ് അല്ലേ? ഓപ്പൺ ലൂപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കണം. ഐഡിയലി ഇൻഫൈനൈറ്റ് ആണ് വോൾട്ടേജ് ഗെയിൻ അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത്, ഓപ്പാമിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ബിക്കോസ് VD അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? VD is equal to VD അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് എഴുതാം നമുക്ക്. ആൻഡ് V1 is equal to V2 എന്ന് എഴുതാം. ഐഡിയൽ നമുക്ക് എങ്ങനെ എഴുതാം? V1 is equal to V2 എന്ന് എഴുതാം. This says that the voltage at non-inverting input terminal of an op-amp is approximately equal to that of inverting input terminal provided that AD is very large. This concept is useful in the analysis of the closed loop op-amp circuit. For example, ideal closed loop voltage gain can be obtained using these results. നോക്കാം. V1 is equal to Vin ആണ്. V2 is equal to Vf ആണ്. is equal to R1 divided by R1 plus RF into V0. അപ്പോൾ V1 equal to V2 എന്ന് എഴുതാം. Vin is equal to R1 divided by R1 plus R2 into V0 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ഇവിടെ നിന്ന് തന്നെ എടുത്ത് എഴുതാം. അങ്ങനെയാണെങ്കിൽ V0 is equal to 1 plus R1 divided by RF into Vin എന്ന് എഴുതാം അല്ലേ? Vin into അപ്പോൾ ഇതൊരു ഗെയിൻ ആയിട്ട് വർക്ക് ചെയ്യും അല്ലേ? V0 എന്ന് പറയുന്നത് എന്താണ്? ഗെയിൻ ഇൻറ്റു Vin ആണ്. ഇനി ഇൻപുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക്. ഇപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഫിഗർ ഷോസ് ദ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് വിത്ത് ഓപ്പാമ്പ് ഈക്വലൻറ്റ് സർക്യൂട്ട് അല്ലെ? ഈക്വലൻറ്റ് സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫീഡ്ബാക്കിൻ്റെ കൂടെ ഇൻപുട്ട് റെസിസ്റ്റൻസിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണെങ്കിൽ അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക് നോക്കുകയാണ്. ഇൻ ദിസ് സർക്യൂട്ട് RI is the input resistance open loop of the op-amp and RIF is the input resistance of the feedback amplifier. The input resistance with the feedback is defined as എങ്ങനെ എഴുതാം? RF is equal to Vin divided by IN. Vin is equal to VD plus VF, VD plus B into V0, VD plus നമ്മുടെ ഫീഡ്ബാക്ക് ഇൻറ്റു ഗെയിൻ ഇൻറ്റു VD ഇൻറ്റു 1 plus AB ഇൻറ്റു IN ഇൻറ്റു RI. Vin divided by IN is equal to RI into 1 plus AB equal to RI if എന്ന് എഴുതാം. ഓക്കെ. Since AB is much larger than 1, which means that RIF, input resistance with feedback, is much larger than RI അല്ലേ? നമുക്ക് RI പറയുന്നതിനേക്കാൾ കൂടുതലാണ് എന്ത്? RIൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതലാണ് RIFൻ്റെ വാല്യൂ, അതായത് വിത്ത് ഫീഡ്ബാക്ക്. Thus RIF is approaches infinity and therefore this amplifier approximates an ideal voltage amplifier. Input resistance with the feedback. Output resistance is the resistance determined looking back into the feedback amplifier from the output terminal. To find out resistance with the feedback RIF, input Vin is reduced to 0. അപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഔട്ട്പുട്ട് 0 ആയിരിക്കും അല്ലേ? RF വിത്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0ലേക്ക് പോകണം. ആൻഡ് എക്സ്റ്റേണൽ വോൾട്ടേജ് V0 ഈസ് അപ്ലൈഡ് ആസ് എ ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ RIF ഈസ് ഈക്വൽ ടു Vin ബൈ IN. I0 ഈസ് ഈക്വൽ ടു IA പ്ലസ് IB എന്ന് എഴുതാം. ഇവിടെ നോക്കിയ ഫിഗറിലെല്ലാം കൊടുത്തിട്ടുണ്ട്. IA പ്ലസ് I0 IB എന്ന് എഴുതാം. IA പ്ലസ് IB അല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ R1 ഇൻ പാരലൽ R2 പ്ലസ് RF ആണ്. ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? R0 ആയിരിക്കും. I0 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IA. അപ്പോൾ നമ്മൾ KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ V0 is equal to R0 into IA പ്ലസ്
എ വി ഡി എന്ന് കിട്ടും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വരുന്നത് V0/I0 ആണ് വരുന്നത്, ഇസ് ഈക്വൽ ടു R0 ഡിവൈഡ് ബൈ 1 + AB. നമ്മൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വരുന്നത് എന്താണ്, R0 ഡിവൈഡ് ബൈ 1 + AB ആണ് വരുന്നത്. ഇപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക് എന്താണ്, ദിസ് ഷോസ് ദാറ്റ് ദി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഇസ് 1/1 + AB ടൈംസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് R0 of the op amp. It is very small because 1 + AB is very large. It is approaches to 0 for an ideal voltage amplifier. ഇനി ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണെന്ന് നോക്കാം. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൽ എങ്ങനെയാണ് ബാൻഡ് വിഡ്ത്ത് വരുന്നത്. The bandwidth of an amplifier is defined as the band of the frequency of which gain remains constant. Figure of shows the open loop gain versus the frequency curve of 741C op amp. From this curve for an gain 2 × 10⁵ 2.2 മെഗാ ഓം അല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. മെഗാ ഹെഡ്സ് 2 അല്ലെങ്കിൽ അങ്ങനെ പറയാം അല്ലേ, 2 × 10⁵. ദ ബാൻഡ് വിഡ്ത്ത് അപ്രോക്സിമേറ്റ്ലി 5 ഹെഡ്സാണ് വരുന്നത് അല്ലേ. ഗെയിൻ വരുന്നത് 2 × 10⁵ ഓമാണ്. ബാൻഡ് വിഡ്ത്ത് figure shows the open loop gain versus frequency curve 741C op amp. From this curve for a gain of 2 × gain നമുക്ക് യൂണിറ്റ് പറയാൻ കഴിയില്ലല്ലോ, അപ്പോൾ 2 × 10⁵ ആണ് അതിൻ്റെ ഗെയിൻ വരുന്നത്. The bandwidth is approximately 5 Hz. On the other hand, the bandwidth is approximately 1 MHz when the gain is unity. Bandwidth with the feedback അതിൻ്റെ പോയിന്റ്സ് പറയാണ്. The frequency at which the gain is 1 is known as unity gain bandwidth. It is the maximum frequency the op amp can be used for. Furthermore, the gain bandwidth product obtained from the open loop gain versus frequency curve is equal to the unity gain bandwidth of the op amp. Since the gain bandwidth product is constant, obviously the higher the gain, the smaller the bandwidth, vice versa. If the negative feedback is used, the gain decreases from A to A divided by 1 + AB. Therefore, the closed loop bandwidth increases by 1 + AB. Bandwidth with the feedback 1 + AB into bandwidth without a feedback. FF is equal to F0 into 1 + AB. നിങ്ങളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലെക്ചറിൽ പറയാനുള്ളത്.